നമസ്കാരം. മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ വൈജ തിരിച്ചു വരണമെങ്കിൽ അലീന അവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞതനുസരിച്ച് അലീന പോകാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അലീനെ അങ്ങനെ വെറുതെ വിടാനൊന്നും നമ്മുടെ ബാലചന്ദ്ര മേനോൻ തീരുമാനിക്കുന്നില്ല. ചെന്ന് സ്റ്റാൻലി ജോസഫിനെ കാണുകയാണ്. അലീനയുടെ അച്ഛൻ സ്റ്റാൻലി ജോസഫിനെ കാണുകയും സ്റ്റാൻലിയുടെ സമ്മതം കിട്ടുകയും ചെയ്യാണ് അലീനയെ അവിടെ കൊണ്ടാക്കിക്കോളാൻ. സ്റ്റാൻലി ആണെങ്കിലും അലീനയെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അലീനയെ അവിടെ കൊണ്ടാക്കിയതിന് ശേഷം നമ്മുടെ വൈജ തീരുമാനിക്കുകയാണ് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സാധിച്ചു. താൻ പറഞ്ഞ പോലെ കാര്യങ്ങൾക്കൊക്കെ നടപ്പുണ്ടായി. അലീന എന്തായാലും വീട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഇനിയിപ്പോൾ തിരിച്ച് നെടുമ്പൂരയ്ക്കൽ വീട്ടിലേക്ക് തിരിച്ചു വരാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ വലിയ ഗർവോട് കൂടിയൊക്കെ നമ്മുടെ വൈജ വരുമ്പോൾ വൈജയുടെ മക്കൾ തന്നെ തിരിയാണ് കേട്ടോ വൈജയുടെ നേരെ. വൈജയോട് ബബിത വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സ്റ്റാൻലി ജോസഫ് തിരികെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ഗംഗാധര മേനോനും അതുപോലെ ശിവേട്ടനും ഒക്കെ കൂടി പറയുകയാണ് എങ്ങാനും അലീനയെ കൊണ്ടുവന്ന് സ്റ്റാൻലിയുടെ അടുത്താക്കിയിട്ട് സ്റ്റാൻലി അലീനയെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലോ, അലീനയെ വേണ്ട എന്ന് പറഞ്ഞാലോ, സ്റ്റാൻലി സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട് അങ്ങനെ അയാൾ സ്വീകരിക്കാതിരുന്നാലും ഞാൻ അവിടെ തന്നെ നിർത്തിയിട്ട് ഇങ്ങ് പോരും എന്നുള്ള ദാക്ഷിണ്യത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്റ്റാൻലിക്ക് അതല്ല. സ്റ്റാൻലി തൻ്റെ മകളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഇങ്ങനെ വിങ്ങി നിൽക്കുകയാണ്. ബാലചന്ദ്ര മേനോനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അലീനയുടെ ശബ്ദമെങ്കിലും എനിക്കൊന്ന് കേൾക്കണമെന്ന്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഞാൻ അവളോട് നിങ്ങൾ അച്ഛനാണെന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ എങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പറയും എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ മോളുടെ ശബ്ദമെങ്കിലും കേൾക്കണം ബാലചന്ദ്ര എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്ര മേനോൻ അടുത്ത് നിന്ന് അലീനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് മോളെ ഒരു അങ്കിളിനെ കാണാൻ കുളത്തൂപ്പുഴയ്ക്ക് പോയ കാര്യം അച്ഛൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ട് ആ ശരി പറഞ്ഞിരുന്ന അച്ഛല. അതെ ആ അങ്കിളാണ് വിളിക്കുന്നത്. മോളെ ഒരുപാട് നായ്ക്കളൊക്കെ ഉള്ള അങ്കിള്, മോക്കും നായ്ക്കളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ ആ അങ്കിളിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മോളുടെ ശബ്ദം ഒന്ന് കേൾക്കണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ആ അങ്കിള് പറഞ്ഞു. മോളൊന്ന് സംസാരിച്ചേന്ന് പറയാം. അപ്പോൾ അലീന ഭയങ്കര സന്തോഷത്തോടു കൂടി ഫോൺ വാങ്ങിക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻലിയോട് പറയാണ് ആ അങ്കിളിന് ഒരുപാട് നായ്ക്കളുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം സ്റ്റാൻലി മോളുടെ ശബ്ദം കേട്ട് വല്ലാതെ അങ്ങാവുക, കൂരി തരിച്ചു പോവുക. തൻ്റെ മോള് 24 വർഷം മുമ്പ് തനിക്ക് ജനിച്ച തൻ്റെ കുഞ്ഞ് ഒരു നിമിഷം പോലും കാണാനോ അവൾ ജീവനോടെ ഉണ്ടെന്ന് പോലും ചിന്തിക്കാനോ തന്നെ കൊണ്ട് സാധിച്ചില്ല. എത്ര കഷ്ടപ്പെട്ടു എൻ്റെ കുഞ്ഞ് അനാഥാലയത്തിൽ 24 വർഷങ്ങൾ എന്നൊക്കെ സ്റ്റാൻലി ആലോചിച്ച് നിൽക്കുക. അപ്പോൾ വീണ്ടും അലീന ചോദിക്കുകയാണ് അങ്കിൾ എന്താ ഒന്നും സംസാരിക്കാത്തെ? അങ്കിളിന് ഒരുപാട് നായ്ക്കുട്ടികളുണ്ടോ? ഉടനെ സ്റ്റാൻലി പറയാ ഉണ്ട്. എത്രയെണ്ണം ഉണ്ട്? ഒരുപാടെണ്ണം. ഒരുപാടെന്ന് പറഞ്ഞാൽ 10-20 എണ്ണം കാണും അങ്കിളിന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ സ്റ്റാൻലി പറയാം അതെ 10-20 എണ്ണം എങ്കിലും ഉണ്ട്. ആഹാ നല്ല രസമായിരിക്കുമല്ലോ. എനിക്കും നായ്ക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. വളരെ നന്ദിയുള്ള ആൾക്കാരല്ലേ അവർ. അങ്കിളുടെ വീട്ടിൽ ഇത്രയും നായ്ക്കളുണ്ടെന്ന് അറിഞ്ഞപ്പം എനിക്കൊന്ന് വന്ന് കണ്ടാൽ കൊള്ളാൻ ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുക. അപ്പം സ്റ്റാൻലി പറയാം അതേ മോള് വന്ന് കാണണം. മോക്കും നായ്ക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്ന് മോളുടെ അച്ഛൻ പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് ശരിയെങ്കിൽ ഒരു ദിവസം അച്ഛൻ്റെ കൂടെ ഞാനും അങ്ങോട്ട് വരാം, നായ്ക്കുട്ടികളെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് പറയുക. എന്നിട്ട് ഫോൺ നേരെ ബാലചന്ദ്ര മേനോൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കോരിത്തരിച്ച് നിൽക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി. തൻ്റെ മോളുടെ ശബ്ദം കേട്ട ആ ഒരു ഇതിൽ സ്റ്റക്കായിട്ട് നിൽക്കുക. അപ്പം ബാലൻ വിളിക്കുക അത് സ്റ്റാൻലി ജോസഫ്. ആ എന്താ ബാലചന്ദ്ര? ഞാൻ അറിഞ്ഞു എന്ന് പറയാണ്. എനിക്കെൻ്റെ മോളെ കാണണം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാണ് അതെ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മോളെ ഞാൻ അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ സംരക്ഷണയിലാണ് അവൾ ഇനി വളരേണ്ടത്. വൈജയെ ഇത്രയും വർഷങ്ങൾ അവൾ കണ്ടില്ല. ഇപ്പോൾ സ്വന്തം അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നത്. പക്ഷേ സ്വന്തം അമ്മയെ കണ്ടിട്ടും എന്തെങ്കിലും അവൾക്ക് സാധിച്ചോ? അവളെ ആട്ടിയിറക്കാൻ ശ്രമിക്കുകയല്ലായിരുന്നോ വൈജ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ സ്റ്റാൻലിയും ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം 2 ദിവസങ്ങളൊക്കെ കഴിയുകയാണ് കേട്ടോ. സ്റ്റാൻലിക്ക് ഇരുന്നിട്ട് ഉറക്കുന്നില്ല. തൻ്റെ മോളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് സ്റ്റാൻലിയുടെ മനസ്സിൽ. അവൾ എങ്ങനെയായിരിക്കുക, അവളുടെ മുഖം എങ്ങനെയായിരിക്കും? എൻ്റെ കുട്ടി 24 വർഷം അവൾ അനാഥാലയത്തിലായിരുന്നു ഓർക്കുമ്പം എൻ്റെ ചങ്ക് പിടിയാണ്. സ്റ്റാൻലി മദ്യക്കുപ്പികൾ എടുത്ത് വെക്കുകയാണ്.
കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ടെങ്കിലും സ്റ്റാൻലിക്ക് മദ്യപിക്കാൻ സാധിക്കുന്നില്ല. കിടന്നിട്ടാണെങ്കിൽ ഉറക്കം പോലും വരുന്നില്ല. എപ്പോഴും അനീനയെക്കുറിച്ചിട്ടുള്ള ആ ചിന്തകൾ, അതുപോലെ വൈജയുമൊത്ത് ആഗ്രയിലെ ജീവിതം, ഇതെല്ലാം വീണ്ടും വീണ്ടും തികട്ടി വരികയാണ് കേട്ടോ. വല്ലാത്തൊരു കുറ്റബോധം സ്റ്റാൻലിയെ വേട്ടയാടുകയാണ്. എൻ്റെ പൊന്നുമോള് അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അനാഥാലയത്തിൽ എൻ്റെ കുഞ്ഞ് ജീവിച്ചപ്പോൾ എല്ലാ സുഖലോലുപതയോടും കൂടി ഞാൻ ഇവിടെ ജീവിക്കുകയായിരുന്നു. എൻ്റെ കുട്ടിയോട് എനിക്ക് മാപ്പ് പറയണം. എനിക്ക് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്യണം എന്നൊക്കെ സ്റ്റാൻലി ഇങ്ങനെ വിചാരിക്കുക. കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നേയില്ല സ്റ്റാൻലിക്ക്. സ്റ്റാൻലി തീരുമാനിക്കുകയാണ്, എനിക്ക് എൻ്റെ കുട്ടിയെ പോയി കാണണം, എനിക്ക് അവളെ ഒന്ന് നേരിട്ട് കാണണം. അതിനായിട്ട് പാലായിലേക്ക് പോകാനായിട്ട് സ്റ്റാൻലി തീരുമാനിക്കുക. അങ്ങനെ പാലായിലേക്ക് രാവിലെ പോവാണ് കേട്ടോ സ്റ്റാൻലി. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്ര മേനോൻ ജ്വല്ലറിയിലുണ്ട്. സ്റ്റാൻലി നേരെ ജ്വല്ലറിയിലേക്ക് കയറി ചെല്ലുകയാണ്. സ്റ്റാൻലിയെ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഗോവർദ്ധൻ. വലിയൊരു ബിസിനസ്സിന് ഇടമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഗോവർദ്ധൻ ചെല്ലുന്നത്. 100 101 പവൻ സ്വർണം ഇപ്പോൾ തന്നെ ഈസിയായിട്ട് ചിലവായി പോകുമെന്ന് വിചാരിച്ച് ഗോവർദ്ധൻ ചെന്ന് വിളിക്കുകയാണ് സ്റ്റാൻലിയെ. സാർ അകത്തേക്ക് വരൂ, ഇവിടെ നല്ല അടിപൊളി സെലക്ഷനൊക്കെ ഉണ്ട്, എന്താ സാറിന് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സ്റ്റാൻലി പറയാണ്, അത് എനിക്ക് വേണ്ടത്, എനിക്ക് ബാലചന്ദ്ര മേനോനെ ഒന്ന് കാണണം. അറിയാം, പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ആര് വന്നു എന്നാ പറയേണ്ടത് എന്ന് ഗോവർദ്ധൻ ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, സ്റ്റാൻലി ജോസഫ്. അങ്ങനെ ഗോവർദ്ധൻ ബാലചന്ദ്ര മേനോൻ്റെ ക്യാബിനിലേക്ക് പോവുക. എന്നിട്ട് ബാലചന്ദ്ര മേനോട് പറയുന്നുണ്ട്, അതെ ബാലേട്ട, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുക. ആരാന്ന് ബാലചന്ദ്ര മേനോൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, സ്റ്റാൻലി ജോസഫ് എന്നാ പറഞ്ഞത് പേര്. സ്റ്റാൻലി ജോസഫോ? ഞെട്ടിപ്പോവാണ് ബാലചന്ദ്രൻ. സ്റ്റാൻലി എന്തിനായിരിക്കും ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുക? അലീനയെ കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കുമോ, അതോ അവളെ കാണാനായിരിക്കുമോ? ഇങ്ങോട്ട് വരാൻ യാതൊരു സാധ്യതയില്ലായിരുന്നല്ലോ എന്ന് ബാലചന്ദ്ര മേനോൻ വിചാരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അയാളെ അകത്തേക്ക് കടത്തി വിടൂന്ന് പറയുക. അങ്ങനെ ബാലചന്ദ്ര മേനോൻ പറയുന്നതനുസരിച്ച് സ്റ്റാൻലി ജോസഫിനെ ക്യാബിനിലേക്ക് വിടുകയാണ് കേട്ടോ. ക്യാബിനിൽ ചെല്ലുമ്പം ബാലചന്ദ്ര മേനോൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അത് ഞാൻ എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം. ഇല്ല എന്ന് പറയരുത് ബാലചന്ദ്ര മേനോൻ, കാരണം ഞാൻ 2 ദിവസമായി ഉറങ്ങിയിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനോ മദ്യപിക്കാനോ പോലും പറ്റുന്നില്ല. ഉറക്കം തീരെയില്ല. എപ്പോഴും അവളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. എൻ്റെ കുഞ്ഞിനെ, അവളുടെ മുഖം എനിക്കൊന്ന് കാണണം, ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുക. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് നടക്കുക? അല്ല, നമുക്ക് എവിടെയെങ്കിലും പോയി സ്വകാര്യമായിട്ട് സംസാരിക്കാം, അങ്ങോട്ട് അവളെ വിളിക്കാം. അതൊന്നും നടക്കില്ല. താൻ ഒരു കാര്യം മനസ്സിലാക്കണം. തന്നെ അറിയാവുന്ന എൻ്റെ ഭാര്യ വൈജയും അവളുടെ സഹോദരനും ഈ നാട്ടിൽ തന്നെയുണ്ട്. എവിടെയെങ്കിലും വെച്ച് അവർ തന്നെ കാണുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയാണ്. എനിക്ക് എൻ്റെ മോളെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയാണ് കേട്ടോ സ്റ്റാൻലി, അപേക്ഷിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഒരു നിർവാഹവും ഇല്ല. അങ്ങോട്ട് നിങ്ങളെയും കൊണ്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുക. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എങ്കിൽ എങ്ങനെയെങ്കിലും. അപ്പോഴേക്കും ബാലചന്ദ്ര മേനോൻ ആലോചിക്കുകയാണ്, അതെ ദേ ഈ CCTVയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോളാൻ പറഞ്ഞ് ആ സ്ക്രീൻ തിരിച്ചു വെച്ച് കൊടുക്കുകയാണ്, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ തിരിച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇതേ നോക്കിയിരുന്നു, ഇതിലൂടെ തനിക്ക് തൻ്റെ മോളെ കാണാം, അല്ലാതെ നേരിട്ട് അവളെ കാണുമ്പോൾ അവൾ തൻ്റെ അച്ഛനാണെന്ന് എന്ന് മനസ്സിലാക്കണം, അല്ലാതെ പറ്റില്ല എന്ന് പറയുക. സ്റ്റാൻലി പറയുക, എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ ഒരു സ്ക്രീനിലേക്ക് തന്നെ നോക്കി സ്റ്റാൻലി ആ ക്യാബിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാലചന്ദ്രൻ പുറത്തേക്ക് പോവാണ്. വീട്ടിൽ ചെന്ന് അലീനയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ പെട്ടെന്ന് തന്നെ ഒന്ന് ഒരുങ്ങിക്കോ, നമുക്ക് ടൗൺ വരെ പോകണം. അപ്പോൾ അലീന ചോദിക്കുക, എന്തിനാച്ചാ ഇപ്പോൾ ടൗണിൽ പോകുന്നേ? അല്ല, എന്താ ഇത്ര ധൃതി? ഇപ്പം എന്താ അത്യാവശ്യം എന്താണെന്നൊന്നും നീ അറിയണ്ട, നീ പെട്ടെന്ന് തന്നെ റെഡിയാവുക, നമുക്കൊരിടം വരെ പോകണമെന്ന് പറയാണ്. അങ്ങനെ അലീനയും കൂട്ടി ജ്വല്ലറിയിലേക്ക് വന്ന് കയറുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ്റെ പുറകിലൂടെ ഒരു പെൺകുട്ടി വരുന്നത് ഈ വിഷ്വൽസിലൂടെ കാണുകയാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻലി ഞെട്ടിത്തരിച്ച് പോവാണ്. അവളുടെ മുഖം കാണാൻ സ്റ്റാൻലി കൊതിച്ച് നോക്കുകയാണ്. ആ തല വെട്ടിച്ചും തിരിച്ചും ഒക്കെ സ്റ്റാൻലി നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം അലീനയുടെ മുഖം കാണുകയാണ് കേട്ടോ സ്റ്റാൻലി. അലീനയുടെ മുഖം കാണുന്ന സ്റ്റാൻലി ഞെട്ടിപ്പോവാണ്. ഇവൾ എൻ്റെ മോള് ടാനിയെ പോലെ തന്നെയാണല്ലോ. ടാനിയെ പറിച്ചു വെച്ചതുപോലെയാണ് അവളുടെ മുഖം. അതുപോലെ തന്നെ എൻ്റെ അമ്മ ചിന്നമ്മയെ പറിച്ചു വെച്ചതുപോലെ ഇരിക്കുന്നു. അമ്മച്ചിയുടെ അതേ ഷേപ്പ്, ഒരു സംശയമില്ല, ഇവൾ എൻ്റെ മോള് തന്നെയാണ്. വൈജയിൽ എനിക്കുണ്ടായ മോള്, എൻ്റെ കുഞ്ഞ്. അവൾ ഈ 23 വർഷങ്ങൾ അനാഥാലയത്തിൽ, അതോർക്കുമ്പം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ചിത്രത്തിലേക്ക് നോക്കി ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് സ്റ്റാൻലി. അതേസമയം ബാലചന്ദ്രൻ കൊണ്ടുവന്നിട്ട് അലീനയെ കുറേ സ്വർണ്ണാഭരണങ്ങളൊക്കെ കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഈ ഡിസൈനുകളൊക്കെ നിനക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അലീന പറയും, എന്തിനാച്ചാ എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ടെന്നേ. അപ്പോൾ പറയാണ്, അതെന്താ വേണ്ടാത്തത്? നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമ്പം നിനക്ക് ഞാൻ സ്വർണ്ണമെല്ലാം തന്നേ വിടുള്ളൂ എന്ന് പറയുക.
അപ്പോൾ പറയുന്നുണ്ട് ആ സ്വർണ്ണം തരുന്ന സമയത്ത് ആ പണം എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ തന്നേക്ക് എന്ന് തമാശയ്ക്ക് പറയാണ്. ഉടനെ ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, അയ്യടി അങ്ങനെ ഇപ്പം നിനക്ക് പണമൊന്നും തന്നു വിടുന്നില്ല. പണം തന്നു വിട്ടാലേ നീ അത് വല്ല അനാഥാലയത്തിലും കൊണ്ട് കൊടുക്കുമെന്ന് എനിക്കറിയാം. അത് ഞാൻ സമ്മതിക്കില്ല. പിന്നെ സ്വർണവും അത് എടുത്തു വയ്ക്കത്തേ ഉള്ളൂ. നിന്റെ വിവാഹത്തിന് നിനക്കത് ഞാൻ തരുവുള്ളൂ. ഇപ്പം കൊടുത്താൽ നീ അത് വിറ്റ് കാശാക്കി പാവപ്പെട്ട ആർക്കെങ്കിലും ദാനം ചെയ്യും. അതുകൊണ്ട് നിന്റെ വിവാഹത്തിനെ തരുള്ളൂ എന്ന് പറയാം. അപ്പോഴേക്ക് അലീന പറയാം, ആഹാ വിവാഹത്തിന് തരാനാണോ ഇപ്പോഴേ ഇതൊക്കെ കൊണ്ടുവന്ന് എന്നെക്കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കുന്നത്? വിവാഹം ആകുമ്പോഴേക്കും ഇതൊക്കെ ഓൾഡ് ഫാഷൻ ആവും. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ആ സമയത്തെ പുതിയ ഫാഷനിലുള്ളതൊക്കെ മതി എനിക്കെന്ന് പറയാം. അപ്പോൾ അങ്ങനെ അവർ തമാശയൊക്കെ പറഞ്ഞിട്ട് ഇതെന്തായാലും സ്റ്റാൻലി ജോസഫ് അലീനയെ കണ്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയാണ്, ഇനി ഇവളെ വീട്ടിൽ കൊണ്ടുവിട്ടേക്ക് എന്ന് പറയാം. അങ്ങനെ ഗോവർദ്ധൻ കൊണ്ടുപോവുകയാണ് അലീനയെ തിരിച്ച് വീട്ടിലേക്ക്. സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്ക് തിരികെ ചെല്ലുകയാണ് ബാലചന്ദ്രമേനോൻ. സ്റ്റാൻലി ജോസഫ് ആണെങ്കിൽ ആ സ്ക്രീനിലേക്ക് നോക്കി ഞെട്ടിത്തരിച്ച് കണ്ണുനീർ ഒഴുക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ തന്നെ ബാലചന്ദ്രമേനോൻ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ തൻ്റെ മോളെ അലീനയെ? അപ്പോൾ ഒരു ഗദ്ഗതത്തോടെ പറയാണ് കേട്ടോ സ്റ്റാൻലി ജോസഫ്, കണ്ടു, എൻ്റെ മോളെ ഞാൻ കണ്ടു. എൻ്റെ അമ്മച്ചിയാണ് ഞാൻ കണ്ടത്. എൻ്റെ അമ്മച്ചിയുടെ അതേ മുഖം അതേ രൂപം അതാണ് അലീനയ്ക്ക് എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, ആ അതെ, അങ്ങനെ നിങ്ങളുടെ പഴയകാല ഓർമ്മകളാണ് അവളെന്നുള്ള കാര്യം മറക്കണ്ടെന്ന് പറയുമ്പം സ്റ്റാൻലി പറയാ, കഴിഞ്ഞ 23 വർഷം എൻ്റെ കുഞ്ഞൊരു അനാഥാലയത്തിൽ കഷ്ടപ്പെടുമായിരുന്നു എന്ന് ഓർക്കുമ്പം എല്ലാ സുഖലോലുപതയോടെയും കഴിഞ്ഞ എനിക്ക് അത് സഹിക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. എൻ്റെ വീട്ടിൽ നിങ്ങൾ അവളെ കൊണ്ടുവിടുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങളുടെ വീട്ടിൽ അവളെ കൊണ്ടുവിടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സന്തോഷത്തോടെയല്ല, എൻ്റെ സ്വന്തം ആളെ പോലെ തന്നെയാണ് അവളെ ഞാൻ കണ്ടത്. പക്ഷേ അവൾ ഇന്ന് ആ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല. അവളുടെ സ്വന്തം അമ്മയായ വൈജയിൽ നിന്ന് അവൾ കുത്തുവാക്കുകൾ കേൾക്കേണ്ട കാര്യമില്ല. അതിന് പകരം അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയി സന്തോഷത്തോടെ ജീവിക്കട്ടെ. നമ്മളുടെ എല്ലാ സുഖത്തിനും വേണ്ടിയിട്ട് മറ്റൊരാളെ ദുഃഖിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ബാലചന്ദ്രൻ പറയാം. അപ്പോൾ വീണ്ടും സ്റ്റാൻലി ചോദിക്കുക, നാളെ നിങ്ങൾ അവളെ കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടുവിടുമോ? അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, തീർച്ചയായിട്ടും നാളെ തന്നെ ഞാൻ അവളെ അവിടെ കൊണ്ടുവിടും. പക്ഷേ അവൾ അവിടെ വരുമ്പം നിങ്ങളാണ് അവളുടെ അച്ഛൻ എന്നുള്ള വിവരം അറിയണം. അത് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ അറിയണം. അവളുടെ സ്വന്തം അച്ഛനാണ് നിങ്ങളെന്നുള്ള വിവരം. അപ്പോൾ സ്റ്റാൻലി പറയാണ്, തീർച്ചയായിട്ടും ഞാൻ പറയും എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാൻലി അവിടുന്ന് ഭയങ്കര വിഷമത്തോടു കൂടി ഇറങ്ങി പോവാണ് കേട്ടോ. ബാലചന്ദ്രൻ്റെ മനസ്സിലും ഒരു വല്ലാത്ത നീറലും വീങ്ങലും ഒക്കെ ഉണ്ട്. കാരണം തൻ്റെ മോളായിട്ട് എന്നെ കരുതിയ അലീന അവൾ തൻ്റെ വീട്ടിൽ നിന്ന് പോയാൽ അവിടുത്തെ വിളക്കണയുന്നത് പോലെ തന്നെയാണെന്ന് ബാലചന്ദ്രൻ അറിയാം. അതുകൊണ്ട് അയാളും ഒന്ന് വിങ്ങിപ്പൊട്ടുകയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മുടെ അലീനയെ കൊണ്ടുവന്ന് കുളത്തൂപ്പുഴയിലാക്കുകയാണ് ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്ത്. സ്റ്റാൻലിയെ കാണുമ്പം അലീനയോട് പറയുന്നുണ്ട്, ഇതാണ് നിൻ്റെ അച്ഛൻ. വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ അമ്മയുടെ കൂടെ ആഗ്രയിലുണ്ടായിരുന്ന ആ കേണൽ സ്റ്റാൻലി ജോസഫാണിത്. അയാളുടെ കൂടെയാണ് ഇനി നീ ജീവിക്കേണ്ടത് എന്ന് ബാലചന്ദ്രൻ പറയാം. അലീന ആകെപ്പാടെ വിങ്ങിപ്പൊട്ടുവാണ്. ഇത്രയും നാളും തന്നെ എങ്ങോട്ടോ മാറ്റുന്നു എന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. അത് തൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കായിരിക്കുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ സ്റ്റാൻലിയുടെ വീട്ടിൽ അലീന താമസമാക്കുകയാണ്. സ്റ്റാൻലിയുടെ ചില സ്വഭാവങ്ങളൊക്കെ അലീന നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റാൻലിയുടെ അച്ഛൻ ഔതക്കുട്ടിച്ചായനും സ്റ്റാൻലിക്കും ഒരുപാട് ഇഷ്ടമാകാണ് അലീനയെ. അങ്ങനെ അവിടെ നല്ല സുഖമായിട്ട് അലീന ജീവിച്ചു വരികയാണ്. അതേസമയം നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് വൈജ വിചാരിച്ച പോലൊക്കെ തന്നെ കാര്യങ്ങൾ നടന്നു. അലീനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നാണ് താൻ ആഗ്രഹിച്ചത്. അത് സാധിച്ചു. അവൾ പോയി. ഇനി തിരികെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വാശി തന്നെയാണ് വൈജയ്ക്ക്. അങ്ങനെ വൈജ ആങ്ങളമാരെയും കൂട്ടിക്കൊണ്ടാണ് കേട്ടോ വരുന്നത്. ശിവേട്ടനും ഗംഗേട്ടനും ഉണ്ട്. അവരെയും കൂട്ടി തിരികെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് എത്തുകയാണ്. കാറ് ചീറിപ്പാഞ്ഞു വന്ന് മുറ്റത്ത് നിൽക്കുകയാണ് കേട്ടോ. വളരെ അഹങ്കാരത്തോടെ കാറിൻ്റെ ഡോറ് തുറന്ന് ഇറങ്ങുകയാണ്. തൻ്റെ ആവശ്യങ്ങൾ എല്ലാവരും അംഗീകരിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വൈജ ഇറങ്ങുന്നത്. അതേസമയം ഇറങ്ങി വാതിക്കൽ നിന്ന് കാല് പടിയിലേക്ക് കയറ്റാൻ നേരം ഒരു ശബ്ദം കേൾക്കാണ്, നിക്ക്, ഈ പടി ചവിട്ടിപ്പോകരുത്. അപ്പോഴേക്കും വൈജ തിരിഞ്ഞു നോക്കാണ്. ഇതാരാണ് പറഞ്ഞത്? ബാലചന്ദ്രനല്ല, പിന്നെ ആരാണെന്ന് നോക്കുമ്പം അത് മറ്റാരുമല്ല, അത് ബബിതയാണ് കേട്ടോ പറഞ്ഞത്. ബബിത പറയാണ്, അമ്മയോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ ഈ വീടിൻ്റെ പടി ചവിട്ടാൻ പാടില്ല. എന്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? അലീന ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നല്ലോ. ഇപ്പം എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? അലീന ചേച്ചി പോയെന്നറിഞ്ഞ് എല്ലാം സാധിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്നതായിരിക്കല്ലേ? വേണ്ട, ഈ വീട്ടിൽ അമ്മ വേണ്ട. അലീന ചേച്ചിയോടൊപ്പം ഈ വീട്ടിൽ വരാൻ പറ്റാത്ത അമ്മ ഇനിയും വേണ്ട.
അപ്പോഴേക്കും വൈജ ഒരു നിമിഷം കാലുകൾ പുറകോട്ട് എടുക്കുകയാണ്. എന്നിട്ട് രൂക്ഷമായിട്ട് ബബിതയെ നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്താടി നീ പറഞ്ഞത്? എൻ്റെ ചോരയും നീരും ഒക്കെ ഈ വീട്ടിലേക്ക് ഞാൻ വരണ്ടെന്ന് പറയാൻ നിനക്കൊക്കെ എന്താ അവകാശം? ആഹാ, അത് കൊള്ളാമല്ലോ. അവൾ നിന്നെയൊക്കെ അത്രയധികം ബ്ലാക്ക് മെയിൽ ചെയ്ത് വച്ചിരിക്കുകയാണല്ലേ? ആഹാ, നല്ല ശീലങ്ങളൊക്കെ പറഞ്ഞു തന്ന് പഠിപ്പിച്ച് വച്ചിരിക്കുകയാണ്. അമ്മ വരുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന്. നീയൊക്കെ എങ്ങനെ ഇങ്ങനെ മാറിപ്പോയടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബബിത പറയാണ്, അലീന ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചു, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു. എൻ്റെ ജീവിതം നശിച്ചു പോകാതെ ഞാൻ ഈ രീതിയിലായത് അലീന ചേച്ചി കാരണം മാത്രമാണ്. അതിന് അമ്മയ്ക്ക് എന്താ? അമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തത്? ഞങ്ങളെ ആരെയെങ്കിലും അമ്മ സ്നേഹിച്ചിട്ടുണ്ടോ? അമ്മയുടെ കാര്യങ്ങൾ മാത്രം നടക്കണം, അമ്മയുടെ വാശി നടക്കണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ മൂന്ന് മക്കളെയും അമ്മ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ നോക്കിയിട്ടില്ല. അങ്ങനെയാകുമായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം നശിക്കാൻ പോയില്ലായിരുന്നു. അതുപോലെ ദേ ഈ രോഹിത്, അവൻ്റെ ജീവിതം നശിക്കുമായിരുന്നു. അവൻ ജയിലിൽ കിടക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു മാനസിക രോഗിയായിട്ട് മാറുമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അലീന ചേച്ചി കാരണം അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. അവൻ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങളെ 3 പേരെ നല്ല രീതിയിൽ തന്നെ അലീന ചേച്ചി കൊണ്ടുപോയത്. അതിന് അമ്മയ്ക്കിപ്പോൾ എന്താ ഇത്ര കുശുമ്പ് എന്ന് ചോദിക്കുക. അപ്പോൾ വൈജ പറയുന്നുണ്ട്, കെങ്കേട്ടനും ശിവേട്ടനും ഒക്കെ കേട്ടല്ലോ അവൾ പറയുന്നത്. ഇത് അവൾ പഠിപ്പിച്ചു വെച്ചതാ. ആ അലീന ഞാനിവിടുന്ന് പോയ സമയത്ത് എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കായിരുന്നു ആ നശിച്ചവള്. എൻ്റെ ഭർത്താവിനെയും മക്കളെയും വശീകരിച്ച് അവളുടെ വഴിക്ക് കൊണ്ടുവരായിരുന്നു ആ നശിച്ചവള്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റായിട്ട് തോന്നിയില്ലേ? ഇപ്പം മനസ്സിലായില്ലേ ആരാണ് അലീന എന്നുള്ള കാര്യം? മാറടി അങ്ങോട്ട്, ഞാൻ അകത്തോട്ട് കയറട്ടെ. എന്താ എല്ലാവർക്കും ഇത്ര ഇതെന്ന് അറിയണമല്ലോ. ആ പിഴച്ചവള് എല്ലാവരെയും നശിപ്പിച്ച് വച്ചിരിക്കുക. ഇനി എല്ലാവരും എൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ഈ വീട്ടിൽ ജീവിക്കും എന്ന് വൈജ പറഞ്ഞു തീരേണ്ട താമസം രോഹിത് കൈനീട്ടിക്കൊണ്ട് പറയണം, അമ്മ അലീന ചേച്ചിയെക്കുറിച്ച് ഇനി ഒരക്ഷരം പറയരുത്. അലീന ചേച്ചി ആരാണെന്നുള്ള വിവരം ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഒരു ചേച്ചിയാണ്. എൻ്റെ അച്ഛൻ്റെ സ്വന്തം മോളല്ല അലീന ചേച്ചി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോവായിരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചതാ ഞങ്ങളുടെ ചേച്ചിയായിരുന്നെങ്കിൽ, എൻ്റെ അച്ഛൻ്റെ മോളായിരുന്നെങ്കിൽ എന്ന്. ഞങ്ങളുടെ അച്ഛൻ്റെ മോളല്ലായിരുന്നു അലീന ചേച്ചി. പക്ഷേ അച്ഛൻ മോളായിട്ടാണ് കണ്ടത്. ഞങ്ങളെ കൂടപ്പറപ്പായിട്ടാണ് കണ്ടത്. ഞങ്ങളെ അലീന ചേച്ചി നേർവഴിക്ക് നയിക്കുകയായിരുന്നു ചെയ്തത്. അമ്മ ഇല്ലാത്ത കുറവൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അലീന ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ എന്ന് പറയുക. അപ്പോഴേക്കും വൈജയ്ക്ക് ദേഷ്യം വരുക. ആഹാ, നിന്റെ അച്ഛൻ്റെ ഒന്നും മോളല്ലായിരുന്നു. എന്നിട്ടും അച്ഛൻ എന്താണ് നിങ്ങളെ മറ്റൊരു ജോലിക്കാർക്കും കൊടുക്കാത്ത സ്വാതന്ത്ര്യം അവൾക്ക് കൊടുത്തത്? നിങ്ങളെ ഇത്രയധികം അവളെ സ്വാധീനിച്ചു വെച്ചത്? കൊള്ളാവല്ലോ, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രോഹിത് പറയാം, അതെ, ഒറ്റപ്പെടുത്തുകയാണ്. അലീന ചേച്ചിയെക്കുറിച്ച് ആര് മോശം പറഞ്ഞാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അലീന ചേച്ചി ഇന്ന് ഞങ്ങളുടെ കൂടെ ഈ വീട്ടിൽ ഉണ്ടാവേണ്ടതായിരുന്നു. അതില്ലാതാവാൻ കാരണം അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് അലീന ചേച്ചി ഈ വീട്ടിലുണ്ടെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഇവിടെ താമസിച്ചൂടെ? ഇപ്പം അലീന ചേച്ചി പോയെന്ന് കണ്ടപ്പം എന്തിനാ തിരിച്ചു വന്നത്? അപ്പോൾ വൈജ പറയാ, ഓഹോ, അവളുള്ളപ്പോൾ ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. ആ പിഴച്ചവള് ബാലചന്ദ്രൻ അവളുടെ പുറകെയല്ലേ നടന്നത്. ഭാര്യയായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നിട്ടും ആ വേലക്കാരിയോടല്ലായിരുന്നു അയാൾക്ക് താല്പര്യം. അങ്ങനെയുള്ള ഈ വീട്ടിൽ ഞാനെന്തിനാ താമസിക്കുന്നത്? അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് മാറി നിന്നത്. അതിനി നിങ്ങളാരും എന്നോട് ചോദ്യം ചെയ്യാനൊന്നും വരണ്ട അങ്ങോട്ട് എന്ന് പറയണം. അപ്പോൾ രോഹിത് പറയണം, അമ്മ അലീന ചേച്ചിയെക്കുറിച്ച് അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഒരിക്കലും അമ്മ അങ്ങനെ പറയരുത്. അമ്മ അലീന ചേച്ചി പിഴച്ചുകളെന്ന് പറഞ്ഞില്ലേ? അമ്മയും വിവാഹത്തിന് മുമ്പ് ഒന്ന് പിഴച്ച് പ്രസവിച്ചതാണോ എന്ന് ഞാൻ ചോദിച്ചാലോ? ആ നിമിഷം ഞെട്ടിപ്പോവാണ് കേട്ടോ വൈജ ഉടനെ ചുറ്റും പുറം നോക്കുകയാണ്. ആരെങ്കിലും കേട്ടോ? കേട്ടനും ശിവേട്ടനും ബാലചന്ദ്രനും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും എന്തുകൊണ്ടാണിങ്ങനെ രോഹിത് ചോദിച്ചതെന്നൊക്കെ വൈജ ചിന്തിക്കുക. ഉടനെ രോഹിതിന് നേരെ ചീറ്റിക്കൊണ്ട് ചെല്ലുക വൈജ. എന്താണ് നീ പറഞ്ഞത്? നിന്റെ അമ്മ ഒന്ന് പിഴച്ച് പ്രസവിച്ചാണെങ്കിലൊന്നും. അതാ ഞാനും ചോദിച്ചത്. അമ്മ അലീന ചേച്ചിയെക്കുറിച്ച് എന്തിനാ മോശം പറയുന്നത്? അലീന ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. ഈ കുടുംബം എങ്ങനെ നല്ല രീതിയിൽ പോകണമെന്ന് പഠിപ്പിച്ചത് അലീന ചേച്ചിയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ കൃഷ്ണമോളും പറയാം, ശരിയാമ്മേ, അമ്മ ഇവിടെ ഇല്ലാതിരുന്ന സമയത്തും ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുകയും ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുകയും പഠിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളെ നേർവഴിക്ക് നയിച്ചതും നല്ല രീതിയിൽ ജീവിക്കാൻ പ്രാപ്തയാക്കിയതും ഒക്കെ അലീന ചേച്ചി തന്നെയാണ്, അല്ലാതെ അമ്മയൊന്നും അല്ല എന്ന് പറയാൻ. ഓഹോ, നിന്നെയൊക്കെ എല്ലാ രീതിയിലും അവൾ പ്രാപ്തയാക്കിയിട്ടുണ്ടാവും അല്ലേ? ശരിയാ, അവൾക്ക് അതിനൊക്കെ ഭയങ്കര കഴിവാ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് വന്നത്. പിന്നെ ദേ എല്ലാം കേട്ടോണം, ഇപ്പം ഈ വീട്ടിൽ കയറരുതെന്ന് ദേ ഇവൾ എന്നോട് പറഞ്ഞു. അത് പറയാനേ ഇവക്കൊരു അവകാശവും. നിന്റെ അച്ഛൻ ബാലചന്ദ്രൻ ഇവിടെ ഉണ്ടല്ലോ. പറയട്ടെ ബാലചന്ദ്രൻ, എന്നോട് ഈ വീട്ടിൽ കയറരുതെന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? അലീന പോയപ്പം നിനക്കൊക്കെ എന്താ ഇത്ര വിഷമം? അങ്ങനെ വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീയൊക്കെ അങ്ങ് സഹിച്ചോണം.
ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. നാളെ മുതൽ ഞാൻ പറയുന്ന അനുസരിച്ച് നീയൊക്കെ ജീവിക്കും. അല്ലാതെ അലീന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ടൈം ടേബിൾ ഉണ്ടല്ലോ, അതനുസരിച്ച് നീയൊന്നും ജീവിക്കാൻ പോകുന്നില്ല. അത് ഞാൻ സമ്മതിക്കുകയല്ല. എൻ്റെ കുടുംബം നിയന്ത്രിക്കുന്നത് ഞാനാ, അല്ലാതെ ദേ എവിടെ കിടന്ന ഒരു വേലക്കാരി പെണ്ണല്ല. അതുകൊണ്ട് ഒറ്റ ഒരെണ്ണം മിണ്ടി പോകരുതെന്ന് പറയുമ്പം ബാബുജയ്ക്ക് ദേഷ്യം വരെയാണ്. ബാബുജ അവിടെ ഇരുന്ന ഫ്ലവർ വേസ് എടുത്ത് ഒറ്റയേറ് കൊടുക്കുകയാണ്. എന്നിട്ട് പ്രതിഷേധം കാണിച്ച് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറി പോവുകയാണ്. എല്ലാവരും ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഹൈജയുടെ നേരെ വൈജയുടെ മക്കൾ തന്നെ തിരിയാണ്. കൂടെ ഉണ്ടായിരുന്ന രോഹിത്തും ബബിതയും വരെ തിരിഞ്ഞിരിക്കുകയാണ്. അലീന അവരിൽ ചെലുത്തിയ സ്വാധീനം അത്രയ്ക്കും ആണ് എന്ന് ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ മനസ്സിലാക്കുകയാണ്. വൈജയാണെങ്കിൽ ദേഷ്യഭാവത്തിൽ എല്ലാവരെയും നോക്കിയിട്ട് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ അകത്തേക്ക് കയറി പോവുക. ഇനിയിപ്പം വൈജയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ സഹിക്കേണ്ടതായിട്ട് വരികയാണ്. മക്കളിൽ നിന്ന് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. അതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്